നമസ്തേ. ഇന്ന് രണ്ട് തരത്തിലുള്ള നാട്യപ്രയോഗങ്ങളെ ഒന്ന് നോക്കാം. ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് നാട്യശാസ്ത്രത്തിലെ 35-ാം അധ്യായമായ ഭൂമികാ വികല്പത്തിലാണ്. സുകുമാരപ്രയോഗം, ആവിദ്ധപ്രയോഗം. എന്താണ് സുകുമാരം, എന്താണ് ആവിദ്ധം? നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഞാൻ രണ്ട് വാക്കുകൾ പരിചയപ്പെടുത്താം. അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. ലാസ്യപ്രയോഗവും താണ്ഡവപ്രയോഗവും ഏകദേശം ഇതുതന്നെയാണ്. സുകുമാരപ്രയോഗവും ആവിദ്ധവും. അതായത് സുകുമാര പ്രയോഗം വളരെ ശൃംഗാര രസപ്രധാനിയായി നിൽക്കുന്ന ഒന്നാണ്. കൂടുതലായും പ്രയോഗിക്കേണ്ടത് സ്ത്രീകളാണെന്ന് പറയപ്പെടുന്നു. അതായത് ആവിദ്ധം എന്ന് പറയുമ്പോൾ വീരരസം, രൗദ്രം, ക്രോധമൊക്കെ കാണിക്കുന്നതാണ്. ഉദ്ധതങ്ങളായ ചലനങ്ങളാണ്. അതൊരിക്കലും സുകുമാരപ്രയോഗത്തിൽ വരില്ല. അത് വളരെ മധുരതരമായി പോകും. അപ്പോൾ യോജിക്കുന്നതാർക്കായിരിക്കും കൂടുതൽ? തീർച്ചയായും സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ യോജിക്കുന്നത്. പുരുഷന്മാർക്ക് കൂടുതൽ യോജിക്കുന്നത് ആവിദ്ധ പ്രയോഗവുമായിരിക്കും എന്ന് നാട്യശാസ്ത്രം പറയുന്നു. ഇനി മനസ്സിലാക്കുവാനായി ദശരൂപക വിധാനത്തിൽ പറഞ്ഞിരിക്കുന്ന ദശരൂപകങ്ങളിൽ ഇത് ഏതൊക്കെ തരമാണ്? നിങ്ങൾ ദശരൂപക വിധാനം ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് 2 ഭാഗങ്ങളിലായി. അതിൻ്റെ ലിങ്കൊന്ന് ഞാനിതിൽ കൊടുത്തേക്കാം. നോക്കണം എന്നുള്ളവർക്ക് നോക്കാം. ഇല്ലെങ്കിൽ നാട്യശാസ്ത്രത്തിലെ ദശരൂപക വിധാനം വായിച്ചാൽ മതി. ഇതിൽ പറയുന്നുണ്ട് 10 തരത്തിലുള്ള രൂപകങ്ങൾ: നാടകം, പ്രകരണം, ഈഹാമൃഗം, ഭാണം, വീഥി, ഇങ്ങനെയൊക്കെയുള്ള സമവകാരം, ഡിമം, ഇങ്ങനെ തുടങ്ങി 10 രൂപകങ്ങളെ പറയുന്നുണ്ട്. ഇതിൽ ചിലത് സുകുമാരപ്രയോഗങ്ങൾക്ക് യോജിച്ചവയും ചിലത് ആവിദ്ധ പ്രയോഗങ്ങളുമാണ്. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ സമവകാരം ഒരു വീരരസപ്രധാനിയാണ്. അതായത് സമവകാരത്തിൽ യുദ്ധത്തിനാണ് പ്രാധാന്യം. പാലാഴിമഥനം ഒരു സമവകാരമാണ്. ആ കഥ നിങ്ങളൊന്ന് ഓർത്താൽ അറിയാം. അതിൽ ദേവാസുര യുദ്ധമാണ് അല്ലേ? സ്ത്രീകൾക്കാണോ കൂടുതൽ യോജിക്കുക? സുകുമാരപ്രയോഗങ്ങളാണോ അതിലധികമായി ഉള്ളത്? തീർച്ചയായും അല്ല. ഡിമം വീരരസപ്രധാനിയാണ്. അതിലും അത് ത്രിപുരദഹനം എന്ന കഥ ഡിമത്തിൽ ഉൾപ്പെടുന്നതാണ്. അതും നിങ്ങൾക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാവും. തീർച്ചയായും അത് ആവിദ്ധ പ്രയോഗമായിരിക്കും അല്ലേ? അതിൽ പ്രത്യേകം പറയുന്നുണ്ട് 6 രസങ്ങൾ ഉപയോഗിക്കാം, 2 രസങ്ങൾ ഒഴിവാക്കണം. അപ്പോൾ 6ഉം 2ഉം 8. ഓർക്കുക, നാട്യശാസ്ത്രത്തിൽ അഷ്ടരസങ്ങളാണ്, നവരസങ്ങളല്ല. അപ്പോൾ 6 രസങ്ങളും ഉപയോഗിക്കാം ഡിമത്തിൽ. എന്നാൽ 2 രസം ഏതൊക്കെയാണ്? ശൃംഗാരവും ഹാസ്യവും ഒഴിവാക്കണം എന്ന് പ്രത്യേകം പറയുന്നു. അപ്പോൾ തീർച്ചയായും ഇത് ആവിദ്ധ പ്രയോഗത്തിൽ പെടുന്ന ഒന്നാണ്. അതുപോലെ വ്യായോഗത്തിൽ കുറച്ച് സ്ത്രീജനങ്ങളെ പാടുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം സ്ത്രീകൾ വരുമ്പോൾ സ്വാഭാവികമായും അതിൽ ശൃംഗാരമോ ഹാസ്യമോ കലരാനിടയുണ്ട്. അത് ഒഴിവാക്കാനാണ്. അങ്ങനെയുള്ള കഥകളാണ് വ്യായോഗത്തിന് ഇതിവൃത്തം ഉപയോഗിക്കുന്നത്. ഈ ഈഹാമൃഗം ദിവ്യ സ്ത്രീകൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ സ്ത്രീകൾ എന്തിനു വേണ്ടിയാണ്? അതിൽ സ്ത്രീകൾ മുഖേന യുദ്ധമാണ്. ദിവ്യ സ്ത്രീകളായിക്കൊള്ളട്ടെ, എങ്ങനെ ആയിക്കൊള്ളട്ടെ, സ്ത്രീകൾ മുഖേന സ്ത്രീകളെ അതിനെന്തിനാണ് വെച്ചിരിക്കുന്നത്? അത് യുദ്ധമാണ് അതിലെ വിഷയം. അതിനൊരു വഴി മാത്രമാണ് സ്ത്രീകൾ മുഖേന യുദ്ധം. അപ്പോൾ തീർച്ചയായും അതിൽ വീരവും രൗദ്രവും അല്ലേ, ക്രോധവും ഭയാനകവും ബീഭത്സവും ഒക്കെ കടന്നു വരുന്നു. ഇതൊക്കെ ആവിദ്ധ പ്രയോഗങ്ങളാണ്. അതുപോലെ തന്നെ സുകുമാരപ്രയോഗങ്ങളിൽ ദശരൂപകങ്ങളിൽ നാടകം, പ്രകരണം, ഭാണം, വീഥി, അംഗം, ഇതെല്ലാം തന്നെ ഹാസ്യവും ശൃംഗാരത്തിനും പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നു. മറ്റുള്ളത് കരുണവും എല്ലാം ഉണ്ട്, എന്നിരുന്നാലും ഇതിനാണ് പ്രാധാന്യം കൂടുതൽ. അപ്പോൾ തീർച്ചയായും ഇതിൽ സ്ത്രീജനങ്ങളായിരിക്കും കൂടുതലായി അവതരിപ്പിക്കുന്നത്. പ്രകരണമൊക്കെ ഹാസ്യരസപ്രധാനി തന്നെയാണ്. അംഗത്തിനകത്ത് കരുണത്തിനാണ് പ്രാധാന്യം. അപ്പോൾ സ്ത്രീകളുടെ വിലാപവും അവർ ഈ സങ്കടത്തിൽ പറയുന്ന പാഠ്യഭാഗമൊക്കെ ഒരുപാടുണ്ടാവും. ഓക്കെ, അത് ശൃംഗാര രസപ്രധാനികളുണ്ട് ഇതിൽ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സുകുമാരപ്രയോഗമെന്നും എന്താണ് ആവിദ്ധ പ്രയോഗമെന്നും.